SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്ന്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 കോശജാലങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ പാഠഭാഗം നമുക്ക് വൃത്തിയായി പഠിക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ പ്രധാന കോശങ്ങൾ ഏതൊക്കെയാണ്? നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ. ഏതൊക്കെയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന കോശങ്ങൾ? നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായ ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് കോശവൈവിധ്യവൽക്കരണം. ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. വിത്തുകോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ. ഏതു കോശങ്ങളായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. വിത്തുകോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ജന്തുകലകൾ ഏതൊക്കെയാണ്? യോജകകല ആവരണകല. ജന്തുകലകൾ ഏതൊക്കെയാണ്? ആവരണകല, പേശീകല, നാഡീകല, യോജകകല. ജന്തുകലകൾ ഏതൊക്കെയാണ്? ആവരണകല, പേശീകല, നാഡീകല, യോജകകല. 4 ജന്തുകലകൾ: ആവരണകല, പേശീകല, നാഡീകല, യോജകകല. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകളാണ് ആവരണകലകൾ. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആവരണകലകളാണ്. ആവരണകലകൾ അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആവരണകലകളാണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുകയും ശരീരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പേശീകലകളാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് പേശീകലകളാണ്. ശരീരചലനം സാധ്യമാക്കുന്നത് നാഡീകലകളാണ്. മറ്റു കലകളെ പരസ്പരം ബന്ധിക്കുകയോ അവർക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജകകലകൾ. അപ്പോൾ ജന്തുകലകൾ ഏതൊക്കെയാണ്? ആവരണകല, പേശീകല, നാഡീകല, യോജകകല. ആവരണകല സംരക്ഷണം, ആവരണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ സാധ്യമാക്കുന്നു. നാഡീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. പേശീകല ശരീരചലനം സാധ്യമാക്കുന്നു. യോജകകല മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവർക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. യോജകകല എന്താണ്? മറ്റു കലകളെ ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. ഇനി യോജക കലകൾക്ക് ഉദാഹരണമാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, നാരുകല, രക്തം തുടങ്ങിയവ. യോജക കലകൾക്ക് ഉദാഹരണമാണ് രക്തം, അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവ എന്തിനുദാഹരണമാണ്? യോജക കലകൾക്ക് ഉദാഹരണമാണ്. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കലകളാണ് അസ്ഥിയും തരുണാസ്ഥിയും.
ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് നാരുകല. ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന യോജക കലകളാണ് അസ്ഥിയും തരുണാസ്ഥിയും. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് നാരുകല. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തമാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ. കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലകളാണ് നാരുകലകൾ. കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലകളാണ് നാരുകലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജക കല. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജക കല. അപ്പോൾ യോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം, നാരുകല, അസ്ഥി, തരുണാസ്ഥി എന്നിവ. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ശരീരത്തിൻ്റെ ചലനം സാധ്യമാക്കുന്നതും അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് നാരുകലയാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തമാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ. ഇനി അടുത്തത് സസ്യകലകൾ. ജന്തുകലകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് ജന്തുകലകൾ? ആവരണകല, പേശീകല, നാഡീകല, യോജകകല. യോജകകലയ്ക്ക് ഉദാഹരണമാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ. ഇനി സസ്യകലകൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധയിനം സസ്യകലകൾ രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ് വിവിധതരം സസ്യകലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമിക കലകളിൽ നിന്ന് രൂപപ്പെടുന്ന വിവിധതരം സസ്യകലകൾ ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകലയാണ് പാരൻകൈമ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻകൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻകൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻകൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ സ്ഥലം കോശങ്ങൾ ചേർന്നതും സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. അപ്പോൾ വഴക്കം നൽകുന്നത് കോളൻ കൈമയാണ്, താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം എന്നിവയെ സഹായിക്കുന്നത് പാരൻകൈമയാണ്. ഇതൊക്കെയാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പ്രകാശ സംശ്ലേഷണത്തിന് പാരൻകൈമ, വഴക്കം തരുന്നത് കോളൻകൈമ, താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻകൈമ. വഴക്കം നൽകുന്നത് കോളൻകൈമ, താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻകൈമ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന കലയാണ് സംവഹനകല. സംവഹനകലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സങ്കീർണകലകൾ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന കലയാണ് സംവഹനകല അഥവാ സങ്കീർണകലകൾ. ഏതൊക്കെയാണ് സങ്കീർണകലകൾ? സൈലവും ഫ്ലോയവും. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുന്ന കലകളാണ് സൈലം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം. അപ്പോൾ നമ്മൾ സസ്യകലകളെക്കുറിച്ചാണ് പറയുന്നത്.
മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കോശങ്ങൾ നിന്ന് രൂപപ്പെടുന്നവയാണ് സസ്യങ്ങളിലെ മറ്റ് കലകൾ. അത് ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമ പ്രകാശ സംശ്ലേഷണത്തിനും കോളൻകൈമ ശരീരത്തിൻ്റെ സസ്യഭാഗങ്ങളുടെ വഴക്കത്തിനും സ്ക്ലീറൻകൈമ താങ്ങും തണലും നൽകുന്നതിനും സഹായിക്കുന്നു. ഇനി സംവഹന കലകൾ അഥവാ സങ്കീർണ കലകൾ ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവുമാണ്. സൈലം വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഫ്ലോയം ഇലകൾ നിർമ്മിക്കുന്ന ആഹാരങ്ങൾ സസ്യങ്ങൾ. ഫ്ലോയം എന്താണ് ചെയ്യുന്നത്? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം. ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ആറ്റം ചേർന്ന തന്മാത്രയും തന്മാത്ര ചേർന്ന കോശാംഗവും കോശാംഗം ചേർന്ന് കോശവും കോശങ്ങൾ ചേർന്ന് കലകളും ഉണ്ടാകുന്നു. കലകൾ ചേർന്ന് അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയും രൂപപ്പെടുന്നു. അവയവ വ്യവസ്ഥ ചേർന്ന് ഒരു ജീവി ഉണ്ടാകുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. കോശജാലങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, താങ്ക് യു.